അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ എത്ര വലിയ സമ്പന്നനായാലും അധികാരമുള്ളവനായാലും മരണം വന്നാൽ എല്ലാം വിട്ടുപോകേണ്ട ഒരു ദിവസം തീർച്ചയായും വരും. അന്ന് ഏറ്റവും വലിയ ഖേദം ഉണ്ടാകുന്നത് പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചല്ല, അള്ളാഹുവിനായി ജീവിക്കേണ്ട ജീവിതം പാഴാക്കിയതിനും അതിനെക്കുറിച്ചായിരിക്കും. ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്. എൻ്റെ രക്ഷിതാവേ, എന്നെ തിരിച്ചയക്കണമേ, ഞാൻ വിട്ടുപോയതിൽ സൽക്രമം ചെയ്യട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ 99-100. പക്ഷേ അപ്പോൾ തിരിച്ചു വരാൻ അവസരമുണ്ടാകില്ല. അതിനാൽ ജീവിതത്തിൽ മാറ്റേണ്ടത് നിസ്കാരം സമയത്ത് കൃത്യമായി നിർവഹിക്കുക, തൗഹീദിൽ ഉറപ്പാക്കുക, ദുആയും ആരാധനയും അള്ളാഹുവിനെ മാത്രം ചെയ്ത് പാപങ്ങളിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യുക, മാതാപിതാക്കളോടും കുടുംബത്തോടും മനുഷ്യരോടും നന്മ കാണിക്കുക, ആരുടെയെങ്കിലും അവകാശം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക, സമ്പത്ത് ഉണ്ടെങ്കിൽ സക്കാത്ത് ദാനധർമ്മം ചെയ്യുക, നാവിനെ ഗീബത്ത്, കള്ളം, അപവാദം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക, ദിവസവും ഖുർആനും ദിക്റും കൊണ്ട് ഹൃദയം ജീവിപ്പിക്കുക. ഒരിക്കൽ നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം എൻ്റെ പണം എത്രയായിരുന്നു എന്നല്ല, എൻ്റെ റബ്ബിനെ കാണാൻ ഞാൻ എന്താണ് തയ്യാറാക്കി വെച്ചത്. അള്ളാഹു നമ്മുടെ അവസാനത്തെ നല്ലതാക്കുകയും ഹുസ്നുൽ ഹാത്തിമ നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.